ഭൂമിയിലൊരു സ്വർഗ്ഗാന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് വന്നോളി മുത്തുമണികൾ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ടൂറിസ്റ്റുകൾ ഇതുവരെ ഈ സ്ഥലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചെങ്കുത്തായ മലനിരകൾക്കപ്പുറത്ത് മറ്റൊരു ലോകമാണ്. ക്ലൈമറ്റ് എന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടുള്ള ക്ലൈമറ്റ്. കാരണം പച്ചപ്പ് വിരിച്ച് വരുന്ന തായ്വാരകളിൽ കൂടെ ഇങ്ങനെ മഞ്ഞുതുള്ളികളും മേഘങ്ങളും താഴോട്ട് ഇറങ്ങി വരുന്നത് കണ്ട് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു നിന്ന് പോയിട്ടുണ്ട്. കാരണം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ഇത് ലോകം അറിയേണ്ടതുണ്ട്. ലോകം അറിഞ്ഞാൽ പോരാ, ടൂറിസ്റ്റുകൾ അറിഞ്ഞേ മതിയാവും. അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള കാഴ്ചകളാട്ടോ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പക്ഷികളും മൃഗങ്ങളും വംശനാശം സംഭവിച്ച ഒരുപാട് പരുന്തുകളുള്ള സുന്ദരമായിട്ടുള്ള ഭൂമിയിലെ ഒരേ ഒരു സ്ഥലം. ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മേഘം താഴേക്കറിഞ്ഞത് മഞ്ഞുതുള്ളികളും, അതും ഈ ചൂടുകാലത്ത് പോലും അത് 34 ഡിഗ്രി കേരളത്തിൽ, അതായത് കോഴിക്കോട് ജില്ലയിലൊക്കെ ചൂടുള്ള സമയത്ത് ഈ തണുപ്പ് കിട്ടണമെങ്കിൽ വേറെ എവിടെയും വാഗമണ്ണ് അന്നാൽ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് സൺസെറ്റാണ് ആ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള 100ഓളം മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഗംഭീരമായിട്ട് നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ലോകത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ 100ഓളം പരുന്തുകളും, അതുപോലെ തന്നെ ചെങ്കുത്തായ മലനിരകൾക്കുള്ള ഓടി നടക്കുന്ന മാനുകൾ, അതുപോലെ തന്നെ വംശനാശം നേരിടുന്ന പറവകൾ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ശരിക്കും ഫാമിലിക്കൊക്കെ വന്നാൽ ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. കാരണം വീഡിയോ ഷൂട്ടിനായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ എത്തില്ല. കാരണം ഈ സ്ഥലം കേരളം അറിയാതെ പോയാൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. സൺറൈസും സൺസെറ്റും, അതുപോലെ തന്നെ മേഘങ്ങളുണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. അതായത് മഞ്ഞുകാലത്ത്, മഴക്കാലത്തൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ആ പറങ്കാവിൻ്റെ മാവ് ഉണ്ടോ, ആ ചില്ലകളിൽ, അതായത് വേനലായതുകൊണ്ട് ശിഖിരങ്ങളൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് എത്ര സുന്ദരമായിട്ടുള്ള, അതുപോലെ തന്നെ മലനിരകൾക്കും ചെങ്കുത്തായ കല്ലുകളെ കൊണ്ടും പിന്നെ പ്രകൃതിരഹണീയമായിട്ടുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളും ഇവിടെ താഴ്ഭാഗത്ത് കിട്ടും. കണ്ടില്ലേ, ഒരുപാട് ആടുകളൊന്നും ഇവിടെ ഇല്ല, പക്ഷെ അത്ഭുതം എന്ന് തന്നെ പറയാം. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ണിന് കുളിർ. പച്ചപ്പ് വിരിച്ചിരിക്കുന്ന താഴ്വാരകൾക്കപ്പുറത്ത് മറ്റൊരു ലോകം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് മക്കളെ. കോഴിക്കോട് ജില്ലാൻ്റെ പകുതി ഭാഗം ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ അങ്ങോട്ട് ബീച്ച് ഭാഗമൊക്കെ അങ്ങോട്ട് പോകണം. അപ്പോൾ കാലിക്കറ്റിലേക്ക് വരുന്നവർ ഉണ്ടെങ്കിൽ ഈ സ്ഥലം മറക്കണിട്ട് ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയാം. അതായത് കേരളത്തിൽ കാലിക്കറ്റ് വരുന്ന ആളുകൾ നേരെ നന്മണ്ട വന്നിട്ട് ഇവിടെ വന്ന് കാണാതെ പോരുത്. കാരണം ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കും. നന്മണ്ട വരിക ഈ പൂക്കുന്നുമല എന്നാണ് ഇതിൻ്റെ അറിയപ്പെടുന്നത്. ലൊക്കേഷൻ ഞാൻ വീഡിയോയിൽ വെക്കുന്നുണ്ട്, മറക്കരുത് നിങ്ങൾ ഷെയർ ചെയ്യാൻ. കാരണം ഇത് പുറം ലോകം അറിഞ്ഞേ മതിയോ, അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ മുത്തുമണികൾ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ അതിൻ്റെ പൈസ ഞാൻ വെച്ച്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടുകയുണ്ട്. 1 രൂപ പോലും ചിലവില്ലാതെ കേരളത്തിൽ ഇന്ന് കാണാൻ പറ്റിയ പച്ചപ്പുൽമേടും അതുപോലെ തന്നെ പറങ്കാവൻ മരങ്ങളും ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. അതിൻ്റെ പൈസ ഞാൻ തരും കേട്ടോ. എന്തായാലും ശരിക്കും സൺസെറ്റ് ഒരു 7:30 മണിയോട് അടുക്കുന്ന സമയത്താട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ മരത്തിൻ്റെ മുകളിൽ താഴേക്കെടുത്ത വീഡിയോ, അതിലും മനോഹര. കാരണം ഞാൻ ഒരിക്കൽ കൂടി പറയാം, അത്ഭുതപ്പെട്ടു പോകാനുള്ള കാരണം എന്തുകൊണ്ട് കേരളം അറിഞ്ഞില്ല. സൺസെറ്റ് ഇങ്ങനെയാണെങ്കിൽ സൺറൈസ് നിങ്ങളൊന്ന് കണ്ടു നോക്കി, ഇതിലും മനോഹരം. അതായത് മഞ്ഞിങ്ങനെ താഴേക്കിറങ്ങിയൊരു കോടമഞ്ഞ്, അത് കാണണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോയിട്ട് കാണണം. അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. തൽക്കാലത്തേക്ക് ഞാൻ വീണ്ടും പറയാം. ഓക്കെ, ബൈ ബൈ.